ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫുഡ് ആൻഡ് ബിയോണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു ഫുഡ് റെസിപ്പി ആയിട്ടല്ല. ഇന്ന് നമുക്കൊരു യാത്ര പോവാം. കുറേ ദൂരെയൊന്നുമല്ല, ഇവിടെ വളരെ അടുത്ത് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഞാനൊരു പറശ്ശിനിക്കടവുകാരിയാണെന്ന്. പറശ്ശിനിക്കടവ് ഏറ്റവും പ്രശസ്തമായൊരു ക്ഷേത്രമുണ്ട്, മുത്തപ്പൻ ക്ഷേത്രം. നമുക്കറിയാം, ഉത്തര മലബാറിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. നിത്യേന എന്നോണം കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വിനോദസഞ്ചാരികൾ മുത്തപ്പൻ ക്ഷേത്രം സന്ദർശിക്കാനായി എത്തുന്നുണ്ട്. മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വളരെ പ്രശസ്തമായ വിസ്മയ ഇൻഫോർടൈൻമെൻറ്റ് പാർക്കും പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തു കേന്ദ്രവും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ഞാൻ പോകുന്നത്, പല പ്രാവശ്യം ഞാൻ മുന്നേ അവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ. പക്ഷേ ആദ്യമായാണ് നിങ്ങളോട് ഒന്നിച്ച് ഒരു യാത്ര അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കൊന്നിച്ച് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് യാത്ര പോവാം. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അപ്പോൾ റെഡിയല്ലേ? എല്ലാവരും എൻ്റെ കൂടെ വന്നോളൂ. പറശ്ശിനിക്കടവ് അമ്പലത്തിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. കണ്ണൂരിനും തളിപ്പറമ്പിനും ഇടയിൽ പറശ്ശിനിക്കടവ് എന്ന മനോഹരമായ നാട്ടുമ്പുറം മുത്തപ്പന്റെ സാന്നിധ്യത്താൽ അനുഗ്രഹപ്പെട്ടിരിക്കുന്നു. വളപട്ടണം പുഴയുടെ തീരത്താണ് മുത്തപ്പൻ മടപ്പുര. തന്നെ തേടിയെത്തുന്ന ഭക്തന് 3 നേരവും അന്നദാനം നൽകി വരുന്ന മറ്റൊരു വിശ്വാസ സങ്കല്പവും മലയാളക്കരയിലില്ല. അയ്യങ്കര ഇല്ലത്തെ ദമ്പതിമാർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. പ്രാർത്ഥനയും പരിവട്ടവുമായി കഴിയുന്നവരായിരുന്നു അവർ. ഒരിക്കൽ ഒരു പുലർക്കാല വേളയിൽ കുളിക്കാനായി ചിറയിലെത്തിയ ഇല്ലത്തെ പാടിക്കുറ്റി അമ്മയുടെ കാതുകളിൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ ദീനരോധനം വന്നലച്ചു. കരച്ചിൽ കേട്ട സ്ഥലം ലക്ഷ്യമാക്കി നീങ്ങിയ പാടിക്കുറ്റി അമ്മയ്ക്ക് മുന്നിൽ ഒരു പിഞ്ചു കുഞ്ഞ്. അവർ ആ കുഞ്ഞിനെ വാരിയെടുത്ത് ഇല്ലത്തേക്ക് നടന്നു. ആ ദമ്പതിമാരുടെ മകനായി ആ കുഞ്ഞ് വളർന്നു. ആ കുഞ്ഞിന്റെ പുഞ്ചിരിയിൽ അവർ സർവ്വ സങ്കടങ്ങളും മറന്നു. അവരുടെ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. അവനിഷ്ടം പുറത്തു കഴിച്ചുകൂട്ടാനായിരുന്നു. മലമുകളിൽ കഴിയുന്ന കുറിച്ച കുട്ടികളുമായി കൂട്ടിക്കൂടി മീനും മാനിറച്ചിയും കള്ളും കുടിച്ചവൻ കറങ്ങി നടന്നു. ഇതറിഞ്ഞ തിരുമേനി അവനെതിരെ തിരിഞ്ഞു. ഇല്ലത്തു നിന്നും ഇറങ്ങിപ്പോകാൻ ആക്രോശിച്ചു. അപ്പോൾ അവർ സ്വപ്നത്തിൽ എന്നവണ്ണം മകന്റെ ദിവ്യരൂപം കണ്ടു. അമ്പും വില്ലും ധരിച്ച് പൊൻചിലമ്പും അരമണിയും ആടയാഭരണങ്ങളും അണിഞ്ഞ തേജസ്സു ജ്വലിക്കുന്ന മുഖം. ദിവ്യരൂപം പറഞ്ഞു, പോകാൻ സമയമായി, പോയാലും മറക്കില്ല ഈ പൊന്മകൻ. മലയും കാടും കടന്ന് കുന്നത്തൂർ പാടിയിലെത്തി. തന്റെ അവതാരോദ്ദേശം നടപ്പാക്കാനായി കുന്നത്തൂർ പാടിയിൽ നിന്നും മുത്തപ്പൻ അമ്പെയ്തു. അത് ചെന്നു പതിച്ചത് പറശ്ശിനിക്കടവിലാണ്. അവിടെ മുത്തപ്പൻ തന്റെ അവതാരോദ്ദേശ സഫലീകരണത്തിനായി കുടികൊള്ളുന്നു. അമ്പലത്തിന്റെ ഉൾഭാഗത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഡിസംബർ 2-ാം തീയതിയാണ് പറശ്ശിനിക്കടവ് അമ്പലത്തിൽ ഉത്സവം കൊടിയേറുന്നത്. അങ്ങനെ ഉത്സവം കൊടിയേറാനുള്ള കൊടിമരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുത്തപ്പൻ മടപ്പുരയിൽ എത്തുന്ന ഭക്തജനങ്ങൾ ഇന്നും മദ്യവും മീനുമാണ് മുത്തപ്പന് കാണിക്കയായി വെക്കപ്പെടുന്നത്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ മുത്തപ്പൻ തെയ്യം വർഷം മുഴുവനും കെട്ടിയാടപ്പെടുന്നു. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലെ മറ്റു തെയ്യങ്ങൾ കാലികമാണ്. സാധാരണയായി ഒക്ടോബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ. മുത്തപ്പനെ എപ്പോഴും ഒരു നായ അനുഗമിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ നായയെ പാവനമായി കരുതുന്നു. ക്ഷേത്ര പരിസരത്ത് ധാരാളം നായ്ക്കളെ കാണാം. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ 2 നായ്ക്കളുടെ പിച്ചള പ്രതിമകളുണ്ട്. മുത്തപ്പന്റെ അംഗരക്ഷകരായ നായ്ക്കളുടെ വിശ്വാസ്യത ഈ പ്രതിമകൾ കാണിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രസാദം തയ്യാറാക്കുമ്പോൾ ആദ്യം എപ്പോഴും നൽകുക ക്ഷേത്രത്തിനുള്ളിൽ ഉള്ള ഒരു പട്ടിക്കാണ്. മുത്തപ്പന് മുൻപിൽ നായ്ക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പല കഥകളും പ്രചാരത്തിലുണ്ട്. പറശ്ശിനിക്കടവിനെയും മയിലിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. ഈ പാലത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് അമ്പലത്തിന്റെ മുൻവശം നല്ല രീതിയിൽ കാണാൻ വേണ്ടി പറ്റും.
ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ദിവസത്തിൻ്റെ മുഴുവൻ സമയവും പുഴുങ്ങിയ ധാന്യവും ചായയും തേങ്ങാപ്പൂളും മുത്തപ്പൻ്റെ നിവേദ്യമായി കിട്ടുന്നതാണ്. ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്കായി നീണ്ടു നിരന്നു കിടക്കുന്ന ഫാൻസി ഷോപ്പുകൾ ധാരാളമായി ഇവിടെ കാണാൻ വേണ്ടി കഴിയും. കുട്ടികൾക്ക് ആവശ്യമായ കളിപ്പാട്ടങ്ങളും പെൺകുട്ടികൾക്ക് ആവശ്യമായ മാലയും വളകളും പൊട്ടും എല്ലാം ഇവിടെ സുലഭമായി കിട്ടുന്നതാണ്. അപ്പോൾ ഷോപ്പിംഗ് ഒരു നല്ല അനുഭവമാക്കി മാറ്റാൻ ഇവിടെ എത്തുന്ന എല്ലാ സഞ്ചാരികൾക്കും സാധിക്കുന്നതാണ്. മുത്തപ്പൻ ക്ഷേത്രത്തിനോട് ഓരം ചേർന്നൊഴുകുന്ന വളവട്ടണം പുഴയും ആ പുഴയുടെ മനോഹരമായ തീരപ്രദേശവും തെങ്ങിൻ തോപ്പുകളുമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കിയേ. പറശ്ശിനിക്കടവെന്ന അതിമനോഹരമായ ഭൂപ്രദേശത്തിന്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പാലത്തോട് ചേർന്ന് ഒരു ഐലൻഡ് രൂപം കൊണ്ടിട്ടുണ്ട്. അവിടെ നിറയെ തെങ്ങിൻ തോപ്പുകളാണ്. ഐലൻഡിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ വളരെ രസമാണ്. പക്ഷെ ഞാൻ ഐലൻഡിൻ്റെ താഴോട്ടേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല. പാലത്തിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ മാത്രമേ ഞാൻ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുള്ളൂ. ഇന്നത്തെ യാത്ര ഇഷ്ടപ്പെട്ടോ? മടപ്പുരക്കകത്തെ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. അത് കാരണം അതിൻ്റെ അകത്തെ സീൻസ് ഒന്നും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് വേറെ തന്നെ അനുവാദം വാങ്ങിക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അനുവാദം വാങ്ങിക്കാത്ത കാരണം അതിനുള്ളിലെ സീൻസൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല, ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ സീനറീസും ബാക്കിയുള്ള കാഴ്ചകളും പാലവും പുഴയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മുടെ നാടാണിത്. പറശ്ശിനിക്കടവെന്ന എൻ്റെ നാടാണിത്. ഈ നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇവിടെയുള്ള മുത്തപ്പൻ്റെ അമ്പലത്തിലാണ് നമ്മളിന്ന് വന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നാടും അമ്പലവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് സന്ദർശിക്കുക. വീണ്ടും മറ്റൊരു നല്ല എപ്പിസോഡുമായി വരുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. Thank you for watching my video.